കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ലോക്സഭാ സ്പീക്കറുമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ വസതിയിൽ അദ്ദേഹം ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ആഭ്യന്തരമന്ത്രി, സ്പീക്കർ, ദീർഘവർഷങ്ങളിൽ ദീർഘവർഷങ്ങളിൽ MP, ലാത്തൂരിലെ MP, പിന്നെ മുംബൈ ഭീകരാക്രമണത്തിൽ ഉള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ള രാജി, അങ്ങനെ ശിവരാജ് പാട്ടീലിന് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പ്രത്യേക പങ്കുണ്ട്. ബൽറാം, ഹഷ്മി, സ്മിത, തീർച്ചയായും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ശക്തനായ ജനസ്വാധീനമുള്ള ഒരു നേതാവിനെയാണ് ശിവരാജ് പാട്ടീലിന്റെ മരണത്തോടെ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നത്. ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ മുൻ ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹം അങ്ങനെയാണ് ശ്രീ ശിവരാജ് പാട്ടീലിനെ അനുസ്മരിക്കുന്നത്. 91 വയസ്സിൽ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ എന്ന് പറയുമ്പോഴും അതൊരു ഉണ്ടാക്കുന്ന വിടവ് ചെറുതല്ല. ശ്രീ കെ ആന്റണി, ദീർഘകാലം എന്റെ അടുത്ത സഹപ്രവർത്തനായ ജ്യേഷ്ഠ സഹോദരനെ പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ ശിവരാജ് പട്ടേലിന്റെ നിര്യാണത്തിൽ ഞാൻ ആദ്യമായി എൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ലോക്സഭാ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുവച്ചിരുന്നതാണ്. ലോക്സഭയിലെ എല്ലാ കക്ഷികൾക്കും എല്ലാ മെമ്പർമാർക്കും അദ്ദേഹം സ്വീകാരനായിരുന്നു. ലോക്സഭ കണ്ട ഏറ്റവും നല്ല സ്പീക്കർമാരുടെ മുൻനിരയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ പ്രവർത്തനം ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന കാലഘട്ടമാണ്. ആ കാലത്താണ് ഡാർജിലിംഗിലെ പ്രക്ഷോഭം ഉണ്ടായത്. ഡാർജിലിംഗ് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആ പ്രക്ഷോഭത്തിൽ ഡാർജിലിംഗിലെ ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തിൽ പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത ഡാർജിലിംഗിലെ മുൻ പട്ടാളക്കാരും പങ്കെടുത്തു. അതിന്റെ ഫലമായി ഇന്ത്യക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞ പ്രദേശം, ആ പ്രദേശം കട്ട് ഓഫ് ചെയ്താൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. ആ പ്രക്ഷോഭണത്തെ ആ കാലഘട്ടത്തിൽ വളരെ സംയമനത്തോടു കൂടിയും ശക്തമായി നേരിട്ട ഒരു ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. ബോംബെ ആക്രമണത്തെ തുടർന്നുണ്ടായിട്ടുള്ള സമയവികാസങ്ങളാണ് അദ്ദേഹത്തിന്റെ രാജിയെ കലാശിച്ചത്. അതിനുശേഷം ഇന്ത്യയിൽ എത്രയോ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മാത്രമാണ് ഭീകരാക്രമണത്തിന്റെ പേരിൽ തന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറായത്. മറ്റാരും അതിനുശേഷം രാജിവെച്ചിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവാണ് ശ്രീ ശിവരാജ് പട്ടേൽ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് എന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ശ്രീ കെ ആന്റണി, ശിവരാജ് പാട്ടീൽ, നന്ദി. ശ്രീ കെ ആന്റണി അനുസ്മരിക്കായിരുന്നു ശിവരാജ് പാട്ടീലിനെ. ബൽറാം തുടരുന്നു. ബൽറാം, ഈ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ശിവരാജ് പാട്ടീലിന്റെ രാജി ആവശ്യപ്പെട്ടതും ശിവരാജ് പാട്ടീൽ രാജിവെക്കുന്നതും കണ്ടു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞും ഒരുപാട് അതിനേക്കാൾ ആഘാതശേഷിയുള്ള ഒരുപാട് ഭീകരാക്രമണങ്ങൾ രാജ്യം കണ്ടു. അപ്പോഴൊന്നും രാജിവെക്കുക ഏറ്റവും ഒടുവിലും എന്തുകൊണ്ട് ഭീകരാക്രമണങ്ങളിൽ രാജി ആവശ്യപ്പെടുന്നില്ല, ആരും എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്തും കേട്ടതാണ്. ബൽറാം, ഹഷ്മി, തീർച്ചയായും സമീപകാലത്തുണ്ടായ ഭീകരാക്രമണങ്ങൾ, രാജ്യത്ത് ഒപ്പം തന്നെ റെയിൽ അപകടങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രിമാർ രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ നിരയിൽ നിന്നും ഒരു ചടങ്ങ് പോലെ ഉയരുന്നുണ്ട് എങ്കിൽ പോലും അതിൽ നടപടി ഉണ്ടാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമീപകാലങ്ങളിലെല്ലാം അത്തരത്തിലാണ് കണ്ടത്. എന്നാൽ രാജ്യത്തെ തന്നെ നടുക്കിയ, ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണം, മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച ആഭ്യന്തരമന്ത്രിയാണ് ശിവരാജ് പാട്ടീൽ. അതിനു മുമ്പായി തന്നെ അദ്ദേഹം ദീർഘകാലമായി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി മന്ത്രിസഭകളിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടിയാണ്. കൂടാതെ ശ്രീ എ കെ ആന്റണി അല്പസമയം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഡോക്ലാമിലുണ്ടായ പ്രക്ഷോഭം, അതിനെ അദ്ദേഹം നേരിട്ട രീതികൾ എല്ലാം തന്നെ പിന്നീടുള്ള മന്ത്രിമാർക്ക് ഉൾപ്പെടെ മാതൃകാപരമായിരുന്നു. ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം പിന്നീട് പഞ്ചാബ്, ചണ്ഡീഗഡിലെ ലഫ്റ്റനന്റ് ഗവർണറായി പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം ഈ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ
അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായും വിശ്രമ ജീവിതം നയിച്ചു വരുന്നതിനിടെയാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. ഹഷ്മി സ്മിത. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലിന്റെ നിര്യാണത്തെ പറ്റിയുള്ള വാർത്തകൾ പറയുകയും 91 വയസ്സായിരുന്നു, ദീർഘനാളായി ചികിത്സയിലായിരുന്നു. രാജ്യത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നു ശിവരാജ് പാട്ടീൽ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ആദരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.